ചേട്ടാ ഇവനാ അത്. ആരാടാ നീ? ശിവകാശി. ശിവകാശിയോ? ഇത് നിന്റെ തന്നി തള്ളിയിട്ട പേരാണോ? അപ്പൊ നീ തന്നെ തന്നെ ഇട്ടായിരിക്കും അല്ലേ? പിന്നെ ഏതവനടാ ഈ പേരിട്ടത്? പബ്ലിക്. പബ്ലിക്കോ? ആ മണ്ടന്മാരോട് പോകാൻ പറ. ശിവകാശി എന്നുള്ളത് തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തിന്റെ പേരാടാ. അത് വെടി തയ്യാറാക്കുന്ന സ്ഥല. എടാ അപ്പൊ ഇത് വെടി പൊട്ടുന്ന സ്ഥലം. എന്റെ പിള്ളേരുടെ മേത്ത് കൈവച്ചല്ലേ? നിന്നെ മാത്രമല്ല നിന്റെ കുടുംബം തന്നെ ഇല്ലടാ. ചേട്ടാ ഇവന് വീടും കൂടിയൊന്നുമില്ല. ഇവനൊരു അനാഥനാണ്. അനാഥനാണല്ലേ? നിന്നെ തല്ലിയ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ലല്ലേ? നീ ചത്തു കിടന്ന് നെഞ്ചത്തടിച്ച് കരയാൻ ഈ നാട്ടിൽ ആരും ഇല്ല അല്ലേടാ? ഉന്നാരോ മോന്, ഈ പടക്കം പരമേശ്വരൻ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലുണ്ടല്ലോ, അത് ചെയ്തു തീർക്കാൻ ഞാൻ തിരിച്ചു പോലടാ. ഈ അനാഥ പട്ടിയെ അടിച്ചു കൊല്ലടാ. എന്തീശ്വരനാ? പരമേശ്വരൻ. എടാ പരമേശ്വരൻ നാറി, എന്നെ അടിച്ചു കൊന്നാ കരയാൻ ഈ നാട്ടിലും വേറെ എവിടെയും ആരും ഇല്ലെന്നറിയാം. നിന്നെ അടിച്ച് നിന്റെ നടുവ് ഞാൻ ഒടിച്ചാൽ കരയാൻ വേണ്ടി 4 ഭാര്യമാരും 8 വെപ്പാട്ടിമാരും 16 കുട്ടികളും ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയാലോടാ. തോന്നിവാസം കാണിക്കാമോ? ഇത്രയും അഹങ്കാരം നിനക്ക് ആവശ്യമാണോടാ? ഈ ശിവകാശിക്ക് പണി തരാൻ നോക്കുന്നോടാ കരുവി. ഹലോ, ഞാൻ പരമേശ്വരന്റെ ഭാര്യയെ സംസാരിക്കുന്നത്. നീ പരമേശ്വരന്റെ ഭാര്യയോ കൈലാസനാഥന്റെ ഭാര്യയോ? ഇത് ശിവകാശിയാ സംസാരിക്കുന്നത്. ആരാടി? ശിവകാശിയാ. ശിവകാശിയോ? ഫോണതാ. പതുക്കെ. ഹലോ, ഞാൻ പരമേശ്വരനാ. എന്തു പരമേശ്വരൻ? വെറും പരമേശ്വരൻ. വെറും പരമേശ്വരൻ അല്ലായിരുന്നല്ലോ, വെടിക്കെട്ട് പരമേശ്വരൻ അല്ലേ പറഞ്ഞു നടന്നത്? നിനക്ക് വേണ്ടി എത്ര പേരാ കരയുന്നത്?
4 പേര്. നിന്റെ ആരാ 4 പേര്? ഭാര്യമാരാ. 8 വെപ്പാട്ടിമാർക്ക് എന്തു പറ്റി? അടി മർമ്മസ്ഥാനത്ത് കിട്ടിയോണ്ട് അവളുമാര് പോയി. എടാ കരുവീട്ടി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. കുടുംബം ആരും ഇല്ലാത്തതുകൊണ്ടാടാ ഈ ശിവകാശി അനാഥൻ. ഈ ശിവകാശിക്ക് രോഷം കയറിയാ നിന്റെ കുടുംബം അനാഥമാകും.